ഞാനേ ഇപ്പോൾ ഇവിടുന്ന് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം എന്ന് പറയാം. എല്ലാവരും ഗോവിന്ദ ഗോവിന്ദ എന്നൊന്ന് ജപിക്കുക. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഇപ്പം ഇത്രയാൾ ഉറക്കെ ജപിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മതിയോ? ശബ്ദം മതിയോ? പോരാ. ശബ്ദമില്ലാത്തവരൊന്നും ആവില്ല. നിങ്ങളിപ്പോൾ ഇൻ്റർവെല്ലിന് വന്നാൽ അറിയാം. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ അറിയോ? അനുകൂലമായ സാഹചര്യത്തിൽ ജപിക്കുമോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് നാമം ജപം വരാൻ ഇത്ര തടസ്സങ്ങളുണ്ടെങ്കിൽ, സാഹചര്യം പ്രതികൂലമായ അവസാന നിമിഷത്തിൽ ഈ നാവിൽ നിന്നൊരു നാമം ജപം വരണമെങ്കിലോ എത്ര ബുദ്ധിമുട്ടുണ്ടാവണം. അജാമിളൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നാരായണ എന്ന് വ്യക്തമായിട്ടൊരു നാമം വന്നു എന്ന് പറയാൻ പറ്റില്ല. ഒരു ഞരക്കം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അജാമിളൻ്റെ ഉള്ളിൽ നിന്ന് വന്നതായ ആ ശബ്ദം നാരായണ നാമമാണ് എന്ന് ഒരാൾക്ക് മനസ്സിലായി. ആർക്ക്? പുറമേ ഒരാൾക്കും ഇത് കേട്ട നാരായണ എന്ന് മനസ്സിലാവില്ല. അപ്പം പിന്നെ ഉള്ളിലിരിക്കണാക്കേ മനസ്സിലാവുള്ളൂ. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, ഈ ശക്തിയൊക്കെ നൽകിക്കൊണ്ട് നമ്മുടെ ഉള്ളിൽ വെളിച്ചം വീശുന്ന ആ ഭഗവാന് മനസ്സിലായി അജാമിളൻ ജപിച്ചത് നാരായണ എന്നാണ്. അവിടെ നാരായണ എന്ന 4 അക്ഷരം രൂപം പ്രാപിച്ചതുപോലെ 4 പാരിഷദന്മാരവിടെ അവതരിച്ചു. കാലപാശത്തെ അവർ ഖണ്ഡിച്ചു. ഇന്നേ വരെ ഈ കയറിനെ മുറിക്കുന്നത് ആരും കണ്ടിട്ടില്ല. യമദൂതന്മാർ കിട്ടുകിട്ട വരയ്ക്കാൻ തുടങ്ങി. കാരണം എന്താ അറിയോ? കാലപാശത്തെ മുറിക്കാൻ ഇവർക്ക് കഴിവുണ്ടെങ്കിൽ ഇവർ വിചാരിച്ചാൽ നമ്മുടെ കഥ കഴിക്കാനും പറ്റും. യമദൂതന്മാരോട് ചോദിച്ചു, നിങ്ങളാരാ? അപ്പോൾ യമദൂതന്മാർ ID കാർഡ് കാണിച്ചു കൊടുത്തു. യൂയം വൈ ധർമ്മരാജസ്യ കിങ്കരഹ, ഞങ്ങൾ യമധർമ്മരാജാവിൻ്റെ കിങ്കരന്മാരാ, ഇതാ ഐഡൻറ്റിറ്റി കാർഡ്. അപ്പം അവർ പറഞ്ഞു, നിങ്ങളൊക്കെ ധർമ്മരാജാവിൻ്റെ കിങ്കരന്മാരെന്ന് പറയുന്നുണ്ടല്ലോ, എന്നിട്ട് എന്തിനാ ഈ അധർമ്മം പ്രവർത്തിക്കുന്നത്? അധർമ്മം? അജാമിളൻ എന്തിനാ കൊണ്ടുപോണത്? അയാൾ അധർമ്മം ചെയ്തത് കൊണ്ട് ആയിക്കോട്ടെ. അയാൾ പാപങ്ങൾ അനേകം ചെയ്തു, അതിന് പ്രായശ്ചിത്തം ചെയ്തു അജാമിളൻ. എപ്പോ? അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളിപ്പോൾ ധർമ്മത്തെക്കുറിച്ച് എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇപ്പം ഈ യമധർമ്മരാജാവുണ്ടല്ലോ, യമധർമ്മരാജാവ് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം സത്സംഗം പതിവുണ്ട് അവിടെ. ഈ പറഞ്ഞ തിരുമണ്ടന്മാരായ കിങ്കരന്മാരെയൊക്കെ അവിടെ ഇരുത്തിയിട്ട് യമധർമ്മരാജാവ് പറഞ്ഞു കൊടുക്കും ഭഗവാന്റെ നാമത്തിൻ്റെ മാഹാത്മ്യം, ഭഗവാന്റെ മാഹാത്മ്യം, വേദത്തിൻ്റെ മാഹാത്മ്യം. വേദപ്രണിഹിതോ ധർമ്മ അധർമ്മസ്തദ്വിഭജ്യയാം വേദോ നാരായണ സാക്ഷാൽ സ്വയംഭൂ ഇതി ശുശ്രുമ. ഞങ്ങൾ കേട്ടിട്ടൊക്കെ ഉണ്ട്. എന്ത്? വേദത്തിൽ പറയണതാണ് ധർമ്മം, അതിന് വിപരീതമായതാണ് അധർമ്മം. വേദം എന്ന് പറഞ്ഞാൽ ഋഗ്യജു സാമ അധർമ്മങ്ങളാകുന്ന 4 വേദങ്ങൾ സാക്ഷാൽ നാരായണനാണ് എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടേ ഉള്ളൂ. ഇവിടെയാണ് ആ നാരായണൻ്റെ നാമമല്ലേ ഇപ്പോൾ അജാമിളൻ ചൊല്ലിയത്. നാരായണ എന്ന് അജാമിളൻ ഇപ്പോൾ ജപിച്ചില്ലേ? ഇത് കേട്ടപ്പോൾ യമദൂതന്മാർ പറഞ്ഞു, അതാണോ? നിങ്ങൾക്ക് തെറ്റി. അജാമിളനിതാ ആ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ വിളിച്ചത് അയാളുടെ മോൻ്റെ പേരാ അത്. അല്ലാണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നാരായണൻ്റെ നാമം ജപിച്ചതൊന്നുമല്ല, മകനെ ഉദ്ദേശിച്ചിട്ടാണ് ജപിച്ചത്. ആയിക്കോട്ടെ. ഗുരുണാം ച ലഘൂനാം ച ഗുരുണി ച ലഘൂനി ച പ്രായശ്ചിത്താനി ചീർണാനി നാരായണ. എത്ര വലിയ പാപമാകട്ടെ, എത്ര ചെറിയ പാപമാകട്ടെ, ഏതു വിധത്തിലെങ്കിലും ഭഗവാന്റെ ഒരു നാമം ജപിച്ചാൽ ക്രമേണ ആ നാമം പാപത്തെ ദഹിപ്പിക്കും. വലിയൊരു കാട്ടിനകത്ത് ഒരു തീപ്പൊരി വീണാൽ മതി അല്ലേ? എത്ര ചെറിയ തീയ, അതുകൊണ്ട് സാരമില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു തീപ്പൊരിയിൽ നിന്നാണ് ഒരു കാട് തന്നെ ദഹിച്ച് ഭസ്മമാകുന്നത്. ഇതുപോലെ നാമമാകുന്നതായ ഒരു തിരുനാമക്കനൽ
അതുമതി പാപത്തിൻ്റെ വൻകാടിനെ ചുട്ടരിക്കുക. പിന്നെ നാമം അതേത് വിധത്തിലാണെങ്കിലും സാങ്കേത്യം പാരിഹാസ്യം വാ സ്തോപം ഹേളനമേവ വാ വൈകുണ്ഠനാമഗ്രഹണം അശേഷ അഖഹരം വിദൂ. അല്ലേ, ഭഗവാൻ അത്ര കാരുണ്യമുള്ളവനാണെന്ന്. ഏതെങ്കിലും വിധത്തിൽ നാമം ജപിച്ചാൽ മതി.